السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും അല്ലാഹു തആല ചേർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിവിടെ പറയുന്ന ഒരു വിഷയം, ഒരു അനുഭവം നിങ്ങളോട്, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വിഷമം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. സഹോദരങ്ങള്, ഇന്ന് നമുക്കറിയാം, സമൂഹത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം ഉയർന്നു വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അസൂയാലുക്കൾ ചെയ്യുന്ന ചില ആഭിചാരക്രിയകളുണ്ട്, ചില മാരണം, ചില സിഹറിന്റെ പണികൾ അത് ചെയ്യുന്നതായ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ സിഹറിലൂടെ എത്രയോ കുടുംബങ്ങൾ, എത്രയോ ആളുകള് കൊന്നിട്ടില്ലേ, നിത്യേന രോഗിയാക്കിയിട്ടില്ലേ, കുടുംബ ബന്ധങ്ങൾ തകർത്തിട്ടില്ലേ, കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിയില്ലേ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇന്നും സിഹറിന്റെ കെണിയിൽപ്പെട്ടിട്ട് മോചനം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഓരോ ശനിയാഴ്ചയും എൻ്റെ വീട്ടിൽ വരുന്ന ആളുകൾ അധികവും ഇതുപോലുള്ള കണ്ണേറും സിഹറും പൈശാചികമായ വലിയ കെണി വലയിൽ അകപ്പെട്ടു പോയതായ ആളുകൾ. അല്ലാഹു മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോള് വരികയുണ്ടായി. ഒരു ചെറുപ്പക്കാരനാണ്. എത്ര വയസ്സെന്നറിയോ? 28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. അവൻ പറയാണ്, അവൻ്റെ കഥകൾ കേട്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എപ്പോഴാ ഫ്രീ ആവുക, എനിക്കൊന്ന് സംസാരിക്കാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, നാട്ടിലെവിടെയെന്ന്? ഉസ്താദെ, ഞാൻ നാട്ടില് നമ്മുടെ മലപ്പുറം ജില്ലയുടെ നിലമ്പൂരിന്റെ ഭാഗമാണ്. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദ് നിങ്ങൾ എപ്പോഴാ ഫ്രീ ആവുക? ഞാൻ വിളിച്ചോളാം ഉസ്താദെ, ഞാൻ ദുബൈയിലാണുള്ളത്. അപ്പൊ ഗൾഫിൽ നിന്നാണ് ആ പ്രിയപ്പെട്ടവൻ വിളിക്കുന്നത്. എന്നിട്ട് അവസാനം പ്രിയപ്പെട്ടവരെ ഞാൻ ടൈം പറഞ്ഞെടുത്തു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് അവൻ പറയാണ്, ഉസ്താദെ എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 2.5 കൊല്ലം കഴിഞ്ഞു ഉസ്താദെ ദുബൈയിലേക്ക് വന്നിട്ട്. 2.5 കൊല്ലം കഴിഞ്ഞു. അൽഹംദുലില്ലാ, എൻ്റെ കുടുംബം നല്ല റാഹത്തിനായിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു ഉസ്താദെ. എനിക്ക് 4 പെങ്ങന്മാരാണ്, പിന്നെ ഒരു അനിയനും, പിന്നെ ഞാനുമാ ഉള്ളത്. ഞങ്ങൾ 6 മക്കളാണ് ഉസ്താദെ. നല്ല റാഹത്തിനായിരുന്നു, സന്തോഷത്തിലായിരുന്നു. വാപ്പയും ഉമ്മയും നല്ല സ്നേഹത്തിലായിരുന്നു. മക്കളും നല്ല സന്തോഷമുള്ളൊരു കുടുംബമായിരുന്നു ഉസ്താദെ. വാപ്പാക്ക് നല്ല ജോലിയൊക്കെ റാഹത്തായിരുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു വാപ്പാക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസങ്ങളായി. പിന്നെ ഉമ്മയായിരുന്നു ഞങ്ങളൊക്കെ നോക്കിയത്. പിന്നീട് ഉസ്താദ് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ പ്രശ്നങ്ങൾ. പെട്ടെന്ന് സുഖമില്ലാതെ എൻ്റെ ഉമ്മ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോയി. 2 വർഷം കഴിഞ്ഞു എൻ്റെ വാപ്പയും മരണപ്പെട്ടു പോയി. ഉസ്താദ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാന് ജോലിക്ക് പോകേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി ഉസ്താദ്. അന്ന് മുതൽ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് പ്രയാസങ്ങൾ. അന്ന് മുതൽ ഉമ്മയും ബാപ്പയും പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. പിന്നീട് കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തലപൊക്കി വരികയാണ്. അങ്ങനെ ഞങ്ങളൊരു പ്രിയപ്പെട്ട സയ്യിദിൻ്റെ അടുക്കൽ ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞു, അത്രേ, നിങ്ങൾക്ക് കാര്യമായ സിഹർ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യമായ സിഹർ ബാധിച്ചിട്ടുണ്ട്. അത് ചെയ്തത് പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തില്, അവരുടെ കുടുംബത്തിലുള്ള ഒരാളായിരുന്നു അത് ചെയ്തത്.
എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇന്നെന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദെ 2.5 കൊല്ലമായി ഞാൻ ദുബൈയിലേക്ക് വന്നിട്ട്, 2.5 കൊല്ലമായി ഉസ്താദെ എൻ്റെ ജോലിയെല്ലാം റാഹത്തിലായിരുന്നു, പക്ഷേ ഇപ്പോ എനിക്ക് മുഴുവനും തകർച്ചയാണ്. 2.5 കൊല്ലമായിട്ട് ഉസ്താദെ നിങ്ങൾ എന്നോട് നിന്റെ കയ്യിൽ എന്താണ് പൈസ ഉള്ളത് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉസ്താദെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല എന്നാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി ഉസ്താദെ, എനിക്കൊരു വയറുവേദനയുണ്ട്. ഉമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ വീട്ടിൽ കഷ്ടപ്പാടുകൾ തുടങ്ങുന്ന ആ സന്തോഷമുള്ള ജീവിതം അവസാനിച്ച് പ്രയാസങ്ങൾ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ എനിക്കൊരു വയറുവേദന വന്നിരുന്നു ഉസ്താദെ. ആ വയറുവേദന ഇന്നും വിട്ടുപോയിട്ടില്ല. വർഷങ്ങളായി ഉസ്താദെ ആ വയറുവേദന വരുന്നു, മരുന്ന് കുടിക്കുന്നു, താൽക്കാലികമായ ശമനം. ഡോക്ടർമാരെ കാണിക്കുന്നു, ഡോക്ടർമാര് പറയുന്നത് ഗ്യാസിന്റെ പ്രശ്നമാണ്, അല്ലാതെ മെഡിക്കൽ ചെക്കപ്പിലൊന്നും ഒന്നും കാണുന്നില്ല. വല്ലാത്ത പ്രയാസത്തിലാണ് ഉസ്താദെ. ഞാൻ രാത്രിയിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നില്ല. പാമ്പുകളെ സ്വപ്നം കാണുന്നു, ദുസ്വപ്നങ്ങൾ കാണുന്നു, പാമ്പുകൾ അടുത്തേക്ക് വന്ന് ഉപദ്രവിക്കുന്നത് പോലെ. അതുപോലെ തന്നെയാ ഉസ്താദ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബാത്റൂമിന്റെ ഭാഗത്തും അടുക്കളയുടെ ഭാഗത്തും പാമ്പുകളെ ദിനേന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയന് നല്ല ഉഷാറായിരുന്നു ഉസ്താദ്, അവൻ പെട്ടെന്ന് തളർന്നു പോയി. പാപ്പ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, ഉമ്മ മരണപ്പെട്ടു പോയി. കുടുംബത്തിന്റെ ആ ഒരു വലിയ പ്രയാസം ഇന്ന് വരെ വിട്ടുപോയിട്ടില്ല. ഇപ്പൊ പെങ്ങന്മാര് എൻ്റെ കാര്യം അന്വേഷിക്കലോ എന്നെ വിളിക്കലോ ഒന്നുമില്ല. ഞങ്ങൾ ഉസ്താദെ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നിപ്പോകും ഞങ്ങളെ കുടുംബത്തിന്റെ സന്തോഷം. അത്രത്തോളം റാഹത്തിനായിരുന്നു. ഇന്ന് ഉസ്താദ് കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും ഏറ്റവും വലിയ അഗാധമായ ഗർത്തത്തിലാണ് ഞങ്ങളെ ജീവിതമെന്ന് ആ പ്രിയപ്പെട്ട പ്രവാസി ഇന്നെന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കി, സിഹർ പറ്റിയതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, സിഹറിന്റെ പണിയെടുക്കരുത്. അത് അപകടമാണ്. സ്വർഗം കണി കാണൂല. സിഹർ ചെയ്യുന്നവന് തൗബയുണ്ട്, പക്ഷേ മഹാന്മാര് പറയുന്നുണ്ട് തൗബ ചെയ്യാനുള്ള മനസ്സ് അവൻക്കപ്പോ വരൂല. അവൻ ഈമാൻ കിട്ടാതെ ചത്തുപോകും. അവൻ ഈമാൻ കിട്ടാതെ പെടഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കാതെ അവൻ യാത്രയാകൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എത്ര കുടുംബങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളാണ് ഇതുപോലെ മാരണം ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിഹർ പറ്റിയാൽ നമുക്ക് വരുന്ന അവസ്ഥകൾ എന്താ? നിത്യേന രോഗങ്ങൾ നമ്മളെങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കും. സാമ്പത്തികമായ നഷ്ടങ്ങൾ, ധനനഷ്ടങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ. ശരീരത്തിന് എന്നും ക്ഷീണമാകും, എന്നും വേദനയാകും, പ്രയാസമാകും. നിസ്കരിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല. ജോലിയുണ്ട്, പക്ഷേ ജോലിക്ക് പോകാൻ മനസ്സുണ്ടാവില്ല. അതേപോലെ തന്നെ മക്കളോടൊന്നും ഒരു കാര്യമായ സ്നേഹം ഉണ്ടാവില്ല. ഏകാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കണം. പലതും ഇങ്ങനെ ആലോചിച്ചു കൂട്ടും. എന്നും ടെൻഷൻ മാത്രമാണ്. അങ്ങനെ നിത്യേന രോഗിയായി അവസാനം അവൻ മരണത്തിലേക്ക് വീണുപോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറഞ്ഞു തരാ, സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിക്കോളി, സൂറത്തുൽ ഫലഖ് പതിവാക്കിക്കോളി, സൂറത്തുൻ നാസ് പതിവാക്കിക്കോളി, ആയത്തുൽ കുർസി നിങ്ങളെപ്പോഴും നിങ്ങൾ ചൊല്ലിക്കോളി. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ സഹോദരങ്ങള്, സൂറത്തുൽ ഫീല് അത് നിങ്ങൾ പതിവാക്കിക്കോളി, ധാരാളം ചൊല്ലിക്കോളി. ഖുർആനിൽ ഇതിനൊക്കെ വലിയ മരുന്നുണ്ട്. ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് എന്നെ വിളിക്കും, ഉസ്താദ് എന്നാ ഇനി ഉണ്ടാവുക? വലിയ പ്രയാസത്തിലാണ് അധികം പേരും വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സിഹർ കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, റബ്ബേ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഓരോ ആളുകളെ കാണുമ്പോൾ പുറമേ നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖത്ത് നല്ല സന്തോഷമായിരിക്കും, പക്ഷേ ഉള്ളിൽ അവർ നീറിക്കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പാടും പ്രയാസങ്ങളും അല്ലെ അനുഭവിച്ചവർക്കല്ലേ
എങ്കിലേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണേറ് വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല, ഒക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അത് ബാത്തിലാക്കലാണ് ഏറ്റവും വലിയ ഖൈർ. അത് ബാത്തിലാക്കലാണ്. അത് ബാത്തിലാക്കാത്ത കാലത്തോളം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളെ വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ, വീട്ടിൻ്റെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെടും, സമാധാനം ഉണ്ടാവില്ല, ഉറക്കണ്ടാവില്ല, എന്നും പ്രയാസങ്ങൾ മാത്രമായിരിക്കും. കടങ്ങളും പരിഭവങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒന്നിന് പുറമെ ഒന്നൊന്നായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ മാത്രമാണോ അനുഭവിക്കുക? അല്ല, നമ്മുടെ മക്കൾക്ക് പോലും അത് ബാധിച്ചു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സിഹറിന്റെ കെണിയിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാ ഇനി ഉസ്താദ് ഉണ്ടാകുക എന്ന് എൻ്റെ ഫോണിലേക്ക് ധാരാളം കോളുകൾ വരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലതും എടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല, കാരണം ഓരോ തിരക്കുകളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഉസ്താദ് എന്നാ ഇനി ഉണ്ടാകുക എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുന്ന ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമെന്ന്. എല്ലാ ശനിയാഴ്ചയും ഉണ്ടാകും, പക്ഷേ വിളിച്ചിട്ട് വരണം. വിളിച്ചിട്ട് വഴി ചോദിച്ചറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരുപാട് ആളുകളുണ്ട് അൽഹംദുലില്ലാഹ് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളൊക്കെ ദുആ, നമ്മുടെ മജ്‌ലിസിൽ ഞാൻ പ്രത്യേകം പറയും, ഒരുപാട് കുടുംബങ്ങൾ വരുന്നുണ്ട്. റബ്ബേ, അല്ലാഹു അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോൾ തഹജ്ജുദ് പോലും മുടക്കാത്ത ഉമ്മമാരാ അതിനൊക്കെ ആമീൻ പറയുന്നു. അൽഹംദുലില്ലാഹ് അവരൊക്കെ ഒരു ബർക്കത്തുണ്ട്. ആ വന്നവരുടെ കാര്യങ്ങളൊക്കെ സലാമത്തായി പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താം. നമുക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കണം, അല്ലേ? സന്തോഷത്തോടു കൂടെ ഭാര്യയും മക്കളും കുടുംബവും എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കണം. മരണം അത് ഖൈറാകുന്ന സമയത്ത് ആഖിബത്ത് നന്നായി, ബാധ്യതകളൊന്നുമില്ലാതെ റാഹത്തായി സന്തോഷത്തോടുകൂടെ കണ്ണടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. രാത്രി 9 മണിക്ക് നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, അതിലേക്ക് നിങ്ങൾ പങ്കെടുക്കുക. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.